ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ദിബ്ബ ഫാമിലേക്ക് പോവാണ്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഒരു ചെറിയ ഫാമിലി ഗ്യാതറിങ് പോലെ ഞങ്ങളുടെ 2-3 ഫാമിലീസ് ഉണ്ട്. ഇത് ദിബ്ബ ഫാമിലേക്കുള്ള റോഡാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ കുറേ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും. ഇനി നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് അവിടെ എത്തിയത്. ദിബ്ബ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ഫാമിലി ഗ്യാതറിങ്ങിനും ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. വെക്കേഷൻ ടൈമോ പിന്നെ നമുക്ക് കുട്ടികളെയും കൊണ്ട് കുറച്ച് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, സ്വിമ്മിംഗ് പൂളും പിന്നെ അതുപോലെ നമുക്ക് അവിടെയൊക്കെ നടന്ന് കാണാനും അങ്ങനെ കുറേ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റും കുറേ മൗണ്ടൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് നല്ലൊരു പ്ലേസാണ്. സ്വിമ്മിംഗ് പൂൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ വാട്ടർ ആക്ച്വലി ക്ലോറിനേറ്റഡ് അല്ല. അത് കാരണം നമുക്ക് കുറേ ടൈം അതിൽ സ്പെൻഡ് ചെയ്താലും ഇഷ്യൂസ് ഒന്നും വരുന്നില്ല കുഞ്ഞുങ്ങൾക്കൊന്നും. നല്ലൊരു ഏരിയയാണ്. നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ആക്ച്വലി. ഇത് ഫാമിൻ്റെ ഒരു വ്യൂ ആണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും പൂളിലൊക്കെ ഇറങ്ങാൻ പറ്റും. അത്യാവശ്യം നല്ല വാട്ടർ ആണെങ്കിലും പിന്നെ അതുപോലെ വാട്ടറിന് അത്യാവശ്യം ഡെപ്തും ഉണ്ട്. ശരിക്കും നന്നായിട്ട് കുഞ്ഞുങ്ങളൊക്കെ എൻജോയ് ചെയ്യും. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ. ഈ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി കണ്ടിട്ടാണ് ഇത് ബുക്ക് ചെയ്തത്. പക്ഷെ ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളവിടെ എത്തി. അവരുടെ സർവീസ് ആണെങ്കിൽ നല്ല സർവീസാണ്. നമുക്ക് നന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ തന്നെ ഉടനെ അവിടെ വന്ന് അത് സോൾവ് ചെയ്യും. പിന്നെ ഈ ഫാമിലി തന്നെ കുറേ ഡേറ്റ്സിൻ്റെ കുറേ ട്രീസൊക്കെ ഉണ്ട്. നമുക്കത് പിക്ക് ചെയ്യാനൊക്കെ അലൗഡാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പ്ലേസാണ്. പിന്നെ ആക്ച്വലി ഞങ്ങൾ ഇത് അതായത് ഇപ്പം സമ്മറാണല്ലോ, ഈ സമ്മർ സീസണിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വിൻ്റർ സീസണിൽ പോകുമ്പോൾ. എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ടൊക്കെ ആക്ച്വലി നമ്മളിപ്പം UAE-യിലായിരിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു റിലാക്സേഷനൊക്കെ ആവശ്യമാണല്ലോ. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റായിട്ടുള്ള പ്ലേസാണ്. പിന്നെ അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് ഈവനിങ് വ്യൂ ആണ്. ആക്ച്വലി ഇവിടെ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ കുട്ടികൾക്ക് ചെറിയ ഒരു പാർക്ക് പോലെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ്സിൻ്റെതായ ആ ഒരു ട്രീസൊക്കെ ഉള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ്. നമുക്ക് അത് പഴുത്തതും ഉണ്ട്, പഴുക്കാത്ത ടൈപ്പ് ഡേറ്റ്സും ഉണ്ട്. നമുക്ക് പറിച്ച് ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. 2 ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്, റെഡ് കളറും പിന്നെ യെല്ലോ കളറും. അതും രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് വേണം തന്നെ പറയാനായിട്ട്. ഇതിൻ്റെ അവിടെ അടുത്താണെങ്കിലും കുറേ മൗണ്ടൻസ് ഒക്കെ കാണാനുണ്ട് തൊട്ടടുത്തൊക്കെ. ഇത് ആക്ച്വലി അതിൻ്റെ ഒരു ഓവർ വ്യൂ ആണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്ക് പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ലൈഡൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാനൊക്കെ നല്ല ഒരു ഏരിയ. പിന്നെ ഇവിടെ ചെറിയ നമ്മുടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നമുക്ക് അവിടെ അകത്ത് കളിക്കാനായിട്ട് ഒരു പ്ലേസും ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുന്ന ആ ഒരു വ്യൂ ആണ്.
നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് ഓഫ് റോഡായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പോയി അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഫാമിൽ എത്താൻ പറ്റുന്നത്. ഇത് അങ്ങോട്ടുള്ള വ്യൂ ആണ്. ആക്ച്വലി നല്ല ഒരു ഗ്രീനറിയാണ് രണ്ട് സൈഡ്സിലും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഒരു ഗ്രീനറി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ലുക്കാണ് ആക്ച്വലി. ഇത് രാത്രിയിലത്തെ വ്യൂ ആണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ വൈബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ആ ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ദിബ ഫാം ഫുജേറയാണിത്. ഇവിടെയും കുറച്ച് ഡേറ്റ്സിൻ്റെ കുറേ ട്രീസൊക്കെ ഉണ്ട്. നല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഗ്രീനറി. ഇത് നമുക്ക് കേരളം പോലെയൊക്കെ തോന്നും. ആക്ച്വലി നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്യും കേരളം എന്തായാലും. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മൈൻഡ് റിഫ്രഷ്മെൻറ്റ് കിട്ടും. പിന്നെ എന്തെങ്കിലും ഫാമിലി ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാനാണെങ്കിൽ അവിടെ ഏരിയാസ് ഉണ്ട്. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ദിബ ഫാം. ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. ഫാമിലി ഗ്യാതറിങ്ങോ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു പ്ലേസാണ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. അത്യാവശ്യം ഒരു അറൗണ്ട് 20 പീപ്പിൾസിന് സ്റ്റേ ചെയ്യാനുള്ള ഒരു ലൊക്കേഷനാണിത്. അവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അവിടെ.